നമ്മുടെ ഈ നാട്ടിലുള്ള ഒരു കുട്ടിയല്ല ഇത്. ഞങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത്. ഏതാ കുട്ടി? ആദ്യമായിട്ട് കാണുന്നതാണ് ഈ കുട്ടിയെ. നിങ്ങൾക്കറിയത്തില്ല. അതുകൊണ്ട് നിങ്ങൾ ഒത്തിരി ഡയലോഗ് അടിക്കണ്ട. ആരാ കുട്ടിയാ? ആരാ? പ്രസാദേ വേറെ ഇങ്ങോട്ടേ. ആരാ? ഏത് കുട്ടിയത്? ആരാ? അതിന് പെർമിഷൻ കൊടുത്ത ആരാ? നിങ്ങൾക്കറിയത്തില്ല. അതുകൊണ്ട് നിങ്ങൾ ഒത്തിരി ഡയലോഗ് അടിക്കണ്ട. ആരാ കുട്ടിയാ? ആരാ? പ്രസാദേ വേറെ ഇങ്ങോട്ടേ. ആരാ? ഏത് കുട്ടിയത്? ആരാ? അതിന് പെർമിഷൻ കൊടുത്ത ആരാ? ഞങ്ങളുടെ നാട്ടിലുള്ള ആൾക്കാർക്ക് നിങ്ങൾ പെർമിഷൻ കൊടുക്കാതെ നിങ്ങളുടെ പെർമിഷൻ കൊടുക്കാന്നോ? ഈ നാട്ടിലെ കുട്ടിയാന്ന് പറഞ്ഞ് വന്ന് പാടിയതുകൊണ്ടാണ് പെർമിഷൻ കൊടുത്തത്. ഞങ്ങൾ കൊടുത്തത് ഇവിടുത്തെ നാട്ടുകാരാണ്. അവര് വന്ന് പറഞ്ഞതിനെ കൊണ്ട് ചുവന്ന ഷർട്ടിട്ട ചേട്ടമെന്ന് പറഞ്ഞുകൊണ്ടാ പാട്ട് കൊടുത്തത്. പറഞ്ഞതിനെ കൊണ്ടാണ് കൊടുത്തത്. ആ അതെ. ആ ഇത് നമ്മുടെ നാട്ടിലുള്ള ഒരു കുട്ടിയല്ല. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഞാൻ ഈ ക്ലബിന്റെ ഒരു നമ്മളാണ് നടത്തുന്നത്. അതിന്റെ ഞങ്ങൾ മാറ്റി ഉണ്ടെങ്കിൽ അത് ഇവിടെ നടത്തണ്ട കേട്ടോ. ചേട്ടാ പറയുന്നത് മനസ്സിലാക്കി. ഞങ്ങൾക്ക് ഈ കുട്ടി അതിൽ ഇവിടെ നിന്ന് പാടി ആരും അറിയില്ല. ഇവിടെ വന്ന് ചാൻസ് ചോദിക്കുമ്പോൾ സംഘാടകരിൽ ഒരാൾ വന്ന് ഒരു കുട്ടി ഉള്ളായിരുന്നു. ആ കുട്ടിയെ നമ്മുടെ പരിപാടി നമ്മുടെ ഒരു പാട്ട് പാടിപ്പിച്ചു. പിന്നെ ഒരു ചേട്ടനുണ്ടായിരുന്നു. ആ പുള്ളിക്കാരൻ നമ്മളൊരു പാട്ട് പാടിക്കാൻ ഒരു അവസരം കൊടുത്തു. ഈ കുട്ടിയെ ഞങ്ങൾക്ക് അറിയത്തില്ല. ഇതേ കുട്ടി മോടെ പേരെന്തോ? ഗായത്രി. വീട്ടുപേരെന്തോ? എവിടാ വീട്ടുപേരെന്തോ? എവിടാ? ആ ഓക്കെ ശരി ഓക്കെ. എവിടാ? ചെരുവിള പുത്തൻമേട്ടില്. ക്ലബുമായിട്ട് ഒരു ബന്ധമില്ല കേട്ടോ. നിങ്ങൾ എന്തുകൊണ്ടാണ് അവർക്ക് അവസരം കൊടുത്തത്? ഇത്രയും സമയം ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളെ സംഘാടകർ വിട്ട് അദ്ദേഹമാണ് പൈസ തന്ന ആളാണ് ഒന്ന് പറഞ്ഞത് പാടിച്ചോളാം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? എനിക്ക് ക്ഷേത്രത്തിൽ ആർക്ക് ബന്ധമില്ലെന്ന സാറേ ഒരു പാട്ടല്ലേ പാടി, അതങ്ങ് വിട്ടുകളാ. അതിനെന്ത് ക്ഷമ ചോദിക്കണമെങ്കിൽ ക്ഷമ ചോദിക്കാം. ഒരു കുട്ടി ഒരു ആഗ്രഹത്തിന് പാടിയതല്ലേ, ക്ഷമിക്ക് ദൈവം. മാപ്പുക, ഞങ്ങൾ ക്ഷമിക്കുകയാണ്, ക്ഷമ ചോദിക്കുകയാണ്. അല്ല ക്ഷമ ചോദിക്കുകയാണ് ദൈവം. ഒരു പാട്ടല്ലേ, ഒരു 5 മിനിറ്റത്തെ കേസല്ലേ. വിട്ടുകളാ നാട്ടുകാർക്ക് വേണ്ടിയുള്ള അവസരങ്ങൾ കൊടുക്കാതെ ആരെയും കൊണ്ട് പാടിക്കണമെന്ന് പറഞ്ഞാൽ അറിയാമായിരുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ തടയണം. ഈ നാട്ടുകാരെ കൊണ്ട് പാടിപ്പിക്കാൻ നിങ്ങൾ ഫസ്റ്റിലെ തടഞ്ഞായിരുന്നെങ്കിൽ ഞങ്ങൾ ആരെയും കൊണ്ട് പാടിപ്പിക്കത്തില്ല. നിങ്ങൾ തന്നെയാണ് അവസരം കൊടുത്തത്, നിങ്ങൾ തന്നെയാണ് പാടിപ്പിച്ചതും. അത്രേ ഉള്ളൂ. അപ്പൊ അടുത്ത പാട്ട് വേണമെങ്കിൽ ഞങ്ങൾ പാടാം. നമസ്കാരം. നിങ്ങളിപ്പോൾ കണ്ട ഈ ദൃശ്യങ്ങൾ പത്തനംതിട്ട ജില്ലയിലെ അടൂരിന് സമീപമുള്ള പറക്കോട് എന്ന സ്ഥലത്ത് നടന്നതാണ്. ഇവിടെയുള്ള ഭാരത് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ വാർഷികത്തിൻ്റെ ഭാഗമായിട്ട് നടന്ന ഗാനമേളയ്ക്കിടയിലാണ് ഇത്തരത്തിലൊരു സംഭവം അരങ്ങേറിയത്. ഏകദേശം +2 പഠിക്കുന്ന പ്രായമുള്ള ഒരു പെൺകുട്ടിയാണ് ഈ സ്റ്റേജിൽ ഒരു പാട്ട് പാടിയത്. ഈ പാട്ട് പാടിയതിന് ശേഷം ആണ് ഇത്തരത്തിലൊരു സംഭവം നടക്കുന്നത്. ഈ ഗാനമേള ട്രൂപ്പിനോട് ഈ പെൺകുട്ടി പാട്ട് പാടാൻ ഒരു അവസരം തരുമോ എന്ന് ചോദിച്ചു. സംഘാടകർ പറഞ്ഞാൽ അവസരം കൊടുക്കാമെന്ന് പറഞ്ഞു. തുടർന്ന് സംഘാടകരിൽ ഒരാൾ പറഞ്ഞതനുസരിച്ച് ഈ പെൺകുട്ടി പാട്ട് പാടുകയായിരുന്നു. പാട്ട് പാടിയതിന് ശേഷമാണ് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കണ്ട മുണ്ടൊക്കെ മടക്കി കുത്തിയ ഒരാൾ സ്റ്റേജിലെത്തി മൈക്ക് വാങ്ങി മൈക്കിലൂടെ തന്നെ ഈ പെൺകുട്ടിയെ അപമാനിക്കുന്ന തരത്തിൽ സംസാരിച്ചത്. വളരെയധികം അപമാനിച്ച അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രതികരണം സോഷ്യൽ മീഡിയയിൽ വൈറലായതോടുകൂടി വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. എന്താണ് അവിടെ നടന്നത്, എന്തൊക്കെയാണ് അന്ന് അവിടെ ഉണ്ടായത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ നൈറ്റ് ബൈറ്റ്സ് ഗാനമേള ട്രൂപ്പിൻ്റെ മാനേജറായ അനിൽ വ്യക്തമാക്കും. അനിൽ മറുനാടൊപ്പം ടെലിഫോണിൽ ചേരുകയാണ്. അത് 24-ാം തീയതി അടൂര് പറക്കൂട് എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അതിൻ്റെ ഒരു ഉൾപ്രദേശം. അവിടെ ഞങ്ങൾ പ്രോഗ്രാം ചെയ്തപ്പോൾ ഗാനമേള തുടങ്ങി ഒരു 2 പാട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ കക്ഷി എന്നെ വന്ന് പറഞ്ഞ് ഞങ്ങളുടെ നാട്ടിലൊരു പെൺകുട്ടിയുണ്ട്, ഒരു പാട്ട് പാടിക്കുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പിന്നെന്താ പാടിക്കാം. അങ്ങനെ ആ പെൺകുട്ടിയെ കൊണ്ടുവന്ന് ഞങ്ങൾ ആ പെൺകുട്ടിയെ 2 പാട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ആ പെൺകുട്ടിയെ കൊണ്ട് പാടിച്ചു. ഞങ്ങളുടെ ഗായികന്മാരോട് ചേർന്ന് അതിന്റെ കൂടെ നിന്ന് പെർഫോം ചെയ്ത് അത് വളരെ സന്തോഷമായിട്ട് ആ പാട്ട് കഴിഞ്ഞു. ഈ കക്ഷി പറഞ്ഞ പെൺകുട്ടിയെ ഒരു രീതി വെച്ചാൽ ആരും നന്നായി പാടുമ്പോൾ നമ്മൾ ശരി ഒരു 100-200 രൂപ ഞങ്ങളുടെ ട്രൂപ്പിന്റെ വകയായിട്ട് സമ്മാനം പറഞ്ഞ് കൊടുക്കും. അത് അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ആളുകൾക്ക് ഒരു ഭയങ്കര സന്തോഷമാണ്, പ്രോത്സാഹനവും കൂടിയാണല്ലോ.
അല്ല അവർ പ്രോത്സാഹനം എന്ന് പറയുമ്പോഴത്തേക്ക് ആ പാടിയ ആളിന് അവരുടെ വീട്ടുകാർക്ക് അല്ലെങ്കിൽ അവരുടെ ഏറ്റവും വേണ്ടപ്പെട്ട സുഹൃത്തുക്കൾ സ്വന്തക്കാർക്ക് ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോഴേ ഗാനമേളക്കാർ ഇന്ന് സമ്മാനം മേടിച്ച് ഇതൊക്കെ നമുക്കിത് അറിയാമല്ലോ. ഇപ്പൊ എന്റെ മോളും പാട്ടുകാരിയാണ്. എന്റെ മോളെ കൊണ്ട് ഞാൻ കുറെ വർഷങ്ങൾ നടന്നതാ ഓരോ അമ്പലങ്ങളിൽ ചാൻസ് ചോദിച്ചു. അപ്പൊ എനിക്കറിയാവുന്നതുകൊണ്ട് ഞാൻ ആരും ഒന്ന് ചോദിച്ചാലും കൊടുക്കും. പക്ഷെ ഒരു കാര്യം ഫിക്സായിട്ട് ചെയ്യും, സംഘാടകരുടെ പെർമിഷൻ ഉണ്ടെങ്കിൽ ഞാൻ പാടിക്കത്തുള്ളൂ. അത് സംഘാടകരുടെ ഇതൊക്കെ ഞാൻ 40 വർഷമായിട്ട് ഈ ഫീൽഡിൽ നിൽക്കുന്നത്, എനിക്കിത് അറിയാം. അപ്പൊ ഇത് ഞാൻ അങ്ങോട്ടൊന്നും പറയുന്നില്ല, സംഘാടകർ തന്നെ ഇങ്ങോട്ട് വന്ന് പറഞ്ഞ് ഒരു പെൺകുട്ടിയെ പാടിക്കണം, ആ പെൺകുട്ടിയെ പാടിക്കും. 2-3 മാസം കഴിഞ്ഞിട്ട് വീണ്ടും വേറൊരു സംഘാടകൻ തന്നെ എന്ന് പറഞ്ഞ് ചേട്ടാ ഇവര് നല്ലൊരു പാടുന്ന പയ്യനും കൂടെ ഞങ്ങൾ നോക്കി ചാൻസ് കൊടുക്കുന്നു. ഞാൻ പറഞ്ഞു പിന്നെന്താ ചാൻസ് കൊടുക്കാം. അങ്ങനെ ആ പയ്യനെ കൊണ്ടും ചാൻസ് കൊടുത്തു. പക്ഷെ ആ സമയത്തൊക്കെ ഈ മോള് അവിടെ നിന്ന് ഫോൺ ചെയ്യുന്നുണ്ട്. ഒരു പ്രത്യേക വേഷം തന്നെ, ഒരു പാന്റും ഒരു ഷർട്ടും ഇട്ടുണ്ട്. അപ്പൊ ഞാൻ പലരോടും ചോദിച്ചു, ഈ കുട്ടി ഏതാണ്, സംഘാടകരിൽ പെട്ടതാണോ അതോ നമ്മുടെ കൂട്ടത്തിലുള്ള ആരുടെയെങ്കിലും കെയർ ഓഫിൽ പ്രോഗ്രാം കാണാൻ വന്നതാണോ? അപ്പൊ ഇല്ല, ഒരു പാട്ട് ചാൻസ് ചോദിക്കാനായിട്ട് നിൽക്കുക എന്ന് പറഞ്ഞു. ഞാൻ ഏതെങ്കിലും സംഘാടകരെ കൊണ്ട് കണക്ട് ചെയ്തിട്ട് വരാൻ പറ, അങ്ങനെ നമുക്ക് കൊടുക്കാം. ഇത്ര കഴിഞ്ഞു. വീണ്ടും 2 പേരെ അവര് പറഞ്ഞനുസരിച്ച് ചാൻസ് കൊടുത്തതിന് ശേഷം 3ാമത് പ്രായമായ ഒരാള് നേരിട്ട് എന്നെ വന്ന് കണ്ട്, സംഘാടകരുടെ സപ്പോർട്ടോടെയല്ല, പ്രായമായ ആള് നേരിട്ട്, അവിടെ പോലാണ് ഈ വിഷയം തുടങ്ങുന്നത്. പ്രായമായ ആള് നേരിട്ട് വന്ന് എന്നെ കണ്ടിട്ട് പറഞ്ഞു എനിക്കൊരു പാട്ട് പാടാൻ ചാൻസ് തരണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടാ ഇവിടുത്തെ 2 പേര് പാടിയത് സംഘാടകർ പറഞ്ഞിട്ടാണ്, അങ്ങനെ നമുക്ക് പാടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഇദ്ദേഹം പറഞ്ഞു ഞാൻ സംഘാടകരോട് സംസാരിച്ചു, അവർ പെർമിഷൻ തന്നിട്ടാണ് വരുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്റെ ഭാഗം ഞാൻ പറഞ്ഞു ചേട്ടാ അത് ശരിയായിരിക്കും, പക്ഷെ അത് ഞാൻ അറിയുന്നില്ലല്ലോ. സംഘാടകർ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും വന്ന് ചോദിച്ചു ഞാൻ ചാൻസ് കൊടുത്താൽ, ഒരുപക്ഷെ സംഘാടകർ വന്നിട്ട് ഇത് ആര് പറഞ്ഞിട്ടാ കൊടുക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു വലിയ വിഷയമാവും. അപ്പൊ പുള്ളി പറഞ്ഞു ഇല്ല ഞാൻ ചോദിച്ചിട്ടാ എന്ന് പറഞ്ഞു. അപ്പം എന്നാലും ഞാനത് അങ്ങനെ കൊടുക്കാൻ പാടില്ല. ഞാൻ പറഞ്ഞു ഓക്കെ ചേട്ടാ അങ്ങനെ ആ പെർമിഷൻ തന്ന ആളിനെ ഒന്ന് വിളിച്ചുകൊണ്ടിരാൻ പറഞ്ഞു. എനിക്കതേ പറ്റത്തുള്ളൂ സാർ, അങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ, അതുകൊണ്ടാണ്. പക്ഷെ അപ്പൊ പുള്ളി ഒരു വിഷമത്തോടെയാണ് തിരിച്ചു പോയത്. ശരിയെങ്കിൽ ഞാൻ പോയിട്ട് പുള്ളി ഒരു സംഘാടനെ വിളിച്ചുകൊണ്ട് വന്നു. എന്റെ ഭാഗ്യത്തിന് ഞങ്ങൾക്ക് പ്രോഗ്രാം പൈസ വരുമല്ലോ, ആ പണം തന്ന ആളിനെ തന്നെയാണ് വിളിച്ചുകൊണ്ട് വന്നത്. അപ്പൊ പിന്നെ വേറെ ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ലല്ലോ. അദ്ദേഹം എന്ന് പറഞ്ഞു ചേട്ടാ പിന്നെ ഇത് ഞങ്ങളുടെ നാട്ടിലൊരു പഴയ പാട്ടുകാരനാണ്, നന്നായി പാടും, ചേട്ടന് ബുദ്ധിമുട്ടില്ലെങ്കിൽ ഒന്ന് പാടിക്കാവുന്നു. അപ്പൊ അവിടെ ഒരു വിഷയമുണ്ട്, മറ്റു 2 പേരെയും പാടിപ്പിക്കാൻ പറഞ്ഞപ്പോഴത്തേക്ക് ഇവരെ കൊണ്ട് പാടിക്കുമെന്നാണ് ചോദിച്ചത്. ചേട്ടന് ബുദ്ധിമുട്ടില്ലെങ്കിൽ ഇദ്ദേഹത്തിനെ കൊണ്ട് പാടിക്കുമെന്നാണ് ഈ 3ാമത്തെ ആൾ പറഞ്ഞത്. അപ്പൊ ഞാൻ എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല, പുള്ളിയെ കൊണ്ട് പാടിച്ചു. പുള്ളിയെ കൊണ്ട് പാടിച്ചു കഴിയുമ്പോഴത്തേക്ക് അസാധ്യമായിട്ട് പാടുക, ഭയങ്കരമായിട്ട് പാടി പാടിയത് സത്യശിവസുന്ദരല്ലേ, കണ്ണേട്ട സെമികള്, അതാ. അപ്പൊ അത് കേട്ടപ്പോ എനിക്കൊരു മനസ്സിന് പ്രയാസം തോന്നി, ഇത്രയും വലിയൊരു ഗായകനാണല്ലോ ഞാൻ. അത് മാറ്റി അല്ല, എന്റെ ഭാഗം അതാണ്, കാരണം എനിക്ക് അങ്ങനെ പറ്റും. എങ്കിലും എനിക്ക് സങ്കടം വന്നു. ഞാൻ എന്താ അറിയോ, ആദ്യത്തെ പാടിയ പെൺകുട്ടിക്ക് ഞാൻ 200 രൂപയാണ് കൊടുത്തത്. ഇദ്ദേഹത്തിന് ഞാൻ ഒരു 500 രൂപ സമ്മാനമായിട്ട് ഞങ്ങളുടെ, അതും ഒരു നാട്ടിലൊരു സന്തോഷമായിരിക്കുമല്ലോ. അപ്പൊ ഇല്ല മറ്റേ മോള് അവിടെ നിൽക്കുക, ഞങ്ങൾക്ക് പണം തന്ന കക്ഷി ഈ പ്രായമായ ആളിന് വേണ്ടി പാടിക്കുമെന്ന് ചോദിക്കാൻ വന്നില്ലേ. ഈ സമയത്ത് ഈ മോൾ എന്തായെന്നറിയോ, അവള് നല്ല ബ്രില്യന്റ് ആയിട്ടാ മോള്. അവള് ഈ സംഘാടകർ ചേട്ടാ എനിക്ക് പാട്ട് പാടാൻ ചാൻസ് തരുമോ, ഞാൻ കുറെ സമയത്ത് ഇവിടെ നിൽക്കുക. ഈ സംഘാടകരോട് ചാൻസ് ചോദിച്ചു. പുള്ളി അപ്പൊ എന്നോട് പറഞ്ഞു കുട്ടി ഒരു ചാൻസ് ചോദിക്കുന്നു, കുട്ടി ഏതാണെന്ന് എനിക്കറിയില്ല എന്റെ അടുത്ത് പറഞ്ഞത്. ഈ പെൺകുട്ടി ഏതാണെന്ന് അറിയില്ല, മോളെ സ്ഥലം ഇവിടെ. അപ്പൊ ആ പെൺകുട്ടി 1-2 അഡ്രസ്സൊക്കെ പറഞ്ഞപ്പോ അയാൾ എന്നോട് പറഞ്ഞു ചേട്ടാ എനിക്ക് ഈ പെൺകുട്ടി പറയുന്ന അഡ്രസ് ഒന്നും എനിക്ക് പിടികിട്ടുന്നില്ല, പക്ഷെ എന്തായാലും നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ ഒരു പെൺകുട്ടി ഒന്ന് ചാൻസ് ചോദിച്ചല്ലേ, നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ ഒരു പാട്ട് പാടിക്കോ എന്ന് പറഞ്ഞു. അപ്പം 3 പേർക്ക് ചാൻസ് കൊടുക്കുകയും ഈ പെൺകുട്ടി ആദ്യം മുതൽ അവിടെ നിൽക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ ചാൻസ് കൊടുത്തോളൂ എന്ന് പറയുമ്പോഴത്തേക്ക് എനിക്കവിടെ ബുദ്ധിമുട്ട് പറയുന്നത് ശരിയല്ല. അല്ലെങ്കിൽ തന്നെ ബുദ്ധിമുട്ടുന്ന കാര്യമില്ല. മാത്രമല്ല ഞങ്ങളുടെ പ്രോഗ്രാം ഒരുപക്ഷെ സാറ് കണ്ടിട്ട് കാണത്തില്ല. ഞങ്ങളുടെ വേറൊരു TV പ്രോഗ്രാം, ഞങ്ങളുടെ പ്രോഗ്രാം ഒരിക്കലും ഒരു 10 പേർക്ക് ചാൻസ് കൊടുത്താലും ഞങ്ങളുടെ പ്രോഗ്രാം പൊളിയത്തില്ല. സാധാരണ കുട്ടികൾക്ക് പേടിയാ 1-2 പേർക്ക് ചാൻസ് കൊടുക്കാൻ. കാരണം അതിന് വേറെ ചില മാർക്കറ്റിംഗ് തന്ത്രമുണ്ട്. ഞങ്ങൾക്ക് അങ്ങനെ ഒരു വിഷയമില്ല. കാരണം ഞങ്ങളുടെ പ്രോഗ്രാം ഒരു ഹെവി രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്, അതും ഒരു കാരണവശാലും വീഴത്തില്ല. ആ ധൈര്യമുള്ളത് ഞാൻ പറഞ്ഞു. 4ാമത് ആ മോൾക്കും മാത്രമല്ല, അപ്പോഴത്തേക്ക് ആ മോള് എന്റെ മോൾ ഉൾപ്പെടെയുള്ള പിള്ളേരുമായിട്ടൊക്കെ അങ്ങ് അടുത്ത് മാനസികമായിട്ട് സ്റ്റേജിനകത്ത് ഇരുന്ന് ഇവര് മേക്കപ്പ് ചെയ്യുന്നതൊക്കെ കൂടെ നിന്ന് കണ്ട് ഇവരുടെ സെൽഫി എടുക്കുന്നു, ഇങ്ങനെയൊക്കെയാ. അപ്പൊ പിന്നെ എന്റെ മോളും വന്ന് പറഞ്ഞ്, എന്റെ മോളും അച്ചായം എത്ര സമയം നിൽക്കില്ലൊക്കെ ഒരു ചാൻസ് കൊടുക്കും. എത്ര വയസ്സുണ്ടാവും മോൾക്ക്? ഇപ്പൊ പാടാമെന്ന് വെച്ചാൽ എനിക്ക് ഒന്ന്
+2 മറ്റോ കൊണ്ട് പഠിക്കുക ഓക്കെ. ആ മോള്. അപ്പൊ എന്റെ മോളും വന്ന് പറഞ്ഞു ഒരു ചാൻസ് കൊടുക്കാന്നൊക്കെ പറഞ്ഞ്. അപ്പൊ ഞാൻ മോൾക്ക് അറിയാലോ ഉത്സവപ്പറമ്പിലെ വിഷയങ്ങള് എന്നൊക്കെ പറഞ്ഞ് ഞാൻ അവരെ അങ്ങ് വിട്ട്. അതിനുശേഷം ഈ മോള് തന്നെ അവരോട് ചാൻസ് ചോദിച്ചു പാടാൻ സമ്മതിച്ചു. ആ മോള് ഒരുവിധം ഭയങ്കര പാട്ടൊന്നും അല്ല, അതിന്റെ ഇൻട്രസ്റ്റ് കൊണ്ട് പാടിയതാ. പക്ഷെ പാടിക്കഴിഞ്ഞിട്ട് ഞാൻ എങ്കിൽ ആ കുട്ടിയെ കുറിച്ച് 2 വാക്ക് നമ്മൾ പറയും. ഇപ്പൊ ഒന്ന് പാടിയ കുട്ടി മനോഹരമായിട്ടുണ്ട്, എല്ലാവിധ ആശംസകൾ അർപ്പിച്ചുകൊള്ളുന്നു എന്നൊക്കെ പറയും. കാരണം അതിനൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവാൻ വേണ്ടിയാ. അത് നന്നായി പാടിയാലും നന്നായി പാടില്ലേ നമ്മൾ പറയും. നന്നായി പാടുന്നവർക്ക് എന്തെങ്കിലും പൈസ കൂടെ കൊടുക്കും. ഞാൻ ഇത് പറയാൻ വേണ്ടി ഞാൻ അനൗൺസ് ചെയ്യുന്നത്. എന്റെ അനൗൺസ്മെന്റ് വെച്ചെടുത്തപ്പോഴത്തേക്ക് ഈ വെള്ള ഷർട്ടും മുണ്ടുടുത്ത കക്ഷി തട്ടെടുത്തോണ്ട്, അതാണ് എല്ലാം തട്ടെടുത്തോണ്ട് ഒരു പൊതു ഏരിയല്ലേ സാറേ, നിങ്ങൾ കാണുന്നില്ലേ, തട്ടെടുത്തുകൊണ്ട് വന്നിട്ട് എന്റെ അടുത്ത് വന്നിട്ട് ആ മൈക്കിഞ്ഞ് വന്നേ. സത്യത്തിൽ പുള്ളി എന്താ പറയാൻ വരുന്നത് എനിക്കൊരു ഉത്സവപ്പറമ്പില് നമ്മൾ ആരും അറിയാത്തൊരു വിഷയമുണ്ട്. കാരണം ഈ സ്റ്റേജിനകത്തേക്ക് ലൈറ്റ് അടിക്കും. ഇപ്പൊ ഹെവി ലൈറ്റ് വെച്ചല്ലേ അടിക്കും. അതുകൊണ്ട് തന്നെ ഈ ലൈറ്റിന് അപ്പുറത്തേക്ക് ബാക്കിലെല്ലാം നമുക്ക് ബ്ലാങ്ക് ആയിരിക്കും. കാരണം അറിയാലോ ഒരു കാറ് ഹെഡ്ലൈറ്റ് അടിച്ച് വരും ഇതേ കണക്കാ. അപ്പം ബാക്കിലൊക്കെ പല സ്ഥലത്തും അടി നടക്കും ചെറിയ രീതിയിലൊക്കെ. അപ്പം സംഘാടകരിൽ ആരെങ്കിലും വന്നിട്ടായിരിക്കും പറയുന്നത് നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കരുത് എന്നൊക്കെ പറയുന്നത്. അപ്പൊ അങ്ങനെ എന്തോ പുള്ളി പറയാൻ വേണ്ടിയാണ് വരുന്നത് എന്നുള്ളൊരു മനോഭാവമാണ് എനിക്ക്. കാരണം തർക്കം കൊടുത്തിട്ടുണ്ട്. പുള്ളി വന്ന് എന്റെ വാക്കി മേടിച്ചിട്ട് ചോദിക്കുന്നത് ഈ കുട്ടി ആരാ, ഈ കുട്ടിയെ കൊണ്ട് നിങ്ങൾ എന്തിനാ പാടിച്ച്, അങ്ങനെ സംസാരം നീണ്ടു കിട്ടുന്നത്. പിന്നെ സാറ് ഈ വീഡിയോ കണ്ട കാര്യങ്ങളാ. സംഘാടകർ വന്ന് പുള്ളിയെ പക്ഷെ അതാ ഞാൻ എന്റെ ഭാഗ്യം എന്ന് പറഞ്ഞില്ലേ, എനിക്ക് ആ പൈസ കൊണ്ട് തന്ന അദ്ദേഹം തന്നെ ഈ പെൺകുട്ടിയെ പാടിക്കാൻ പറഞ്ഞതാണ് എനിക്ക് ഭാഗ്യമായത്. ഇല്ലെങ്കിൽ അതും വിഷയനെ. ഇത്രയാണ് സംഭവം. അത് ഞാൻ പുള്ളി എത്ര പറഞ്ഞിട്ട് മനസ്സിലാവാതെ പുള്ളി വീണ്ടും ഞാൻ പറഞ്ഞു ചേട്ടാ ഇന്ന ആള് പറഞ്ഞിട്ടാണ് അദ്ദേഹം തോണ്ട നിൽക്കുന്നത്, അദ്ദേഹത്തോട് നിങ്ങൾ ചോദിച്ചറിയാം. അപ്പോഴും പുള്ളിക്ക് അത് കേൾക്കാൻ താല്പര്യമില്ല. പുള്ളി പറഞ്ഞു നിങ്ങൾ എന്തിനു പാടിച്ചു, ഇവിടുത്തെ ഗായകർക്ക് അവസരം കൊടുക്കാതെ നിങ്ങൾ എന്തിനു പാടിച്ചു. അവിടെയും തെറ്റുണ്ട്. അവിടുത്തെ ഗായകർ പുള്ളി പറഞ്ഞു പെണ്ണുൾപ്പെടെ അവസരം കൊടുത്തിട്ടാണ് ഈ പെണ്ണിനെ അവസരം കൊടുക്കുന്നത്. അത് സംഘാടകർ പറഞ്ഞു. അപ്പം പുള്ളിയുടെ ഭാഗം ഒന്നും നടക്കുന്നില്ല എന്ന് കണ്ടപ്പോഴത്തേക്ക് പുള്ളി ഇതിൽ തന്നെ തർക്കിച്ച് പിടിച്ചങ്ങ് നിന്ന്. അപ്പൊ എനിക്കറിയാം പുള്ളി ഇങ്ങനെ ഞാൻ പറഞ്ഞില്ലേ കുറെ വർഷമായിട്ട് കാണുകയല്ലേ, നമുക്കറിയാം ചില ആളുകളുടെ രീതി. അതുകൊണ്ടാണ് ഞാൻ ക്ഷമിക്ക് ചേട്ടാ, പറ്റിപ്പോയി, അവസരം കൊടുത്തു. അത് നിങ്ങൾക്ക് തെറ്റായിട്ട് തോന്നുമെങ്കിൽ ഞാൻ ക്ഷമ പറയാം, മാപ്പ് പറയാം, ക്ഷമിക്ക് ഒരു പെൺകുട്ടിയല്ലേ, അത് പാടിപ്പോയി, ഇനിയിപ്പോ എന്ത് ചെയ്യാൻ പറ്റും എന്നൊക്കെ ഞാൻ പറഞ്ഞു നോക്കി. പുള്ളിക്ക് അത് സ്വീകാര്യമല്ല. നിങ്ങളത് അവസാനം വീണ്ടും പുള്ളി ചെയ്തൊരു തെറ്റ് ഭാഗം എന്ന് പറയാം, ആ മോളെ സ്റ്റേജിലേക്ക് വിളിച്ചു വരും. എന്ത് ആ കൊച്ചെന്ത് എവിടെ, ആ കൊച്ചു ഇങ്ങോട്ട് പറഞ്ഞു. ആ കുട്ടിയുടെ പേരും ഊരും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു. അപ്പൊ ആ കുട്ടി എല്ലാം മറുപടി പറയുന്നുണ്ട്. അപ്പം പെൺകുട്ടി വീട്ടുപേര് പറഞ്ഞ പുള്ളി ശരി ഓക്കെ. അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മൾ വിചാരിക്കുന്ന അവിടെ ആ ചാപ്റ്റർ ക്ലോസ് ആയി. കാരണം ആ പെൺകുട്ടി വീട്ടുപേര് പറഞ്ഞപ്പോഴത്തേക്ക് ഓക്കെ ആയല്ലോ. പക്ഷെ അടുത്ത ഡയലോഗ് വീണ്ടും പുള്ളി ആ പഴയ കണക്ക് തന്നെ നിങ്ങൾ എന്തൊരു ചാൻസ് കൊടുത്തു. ആ പെൺകുട്ടിയോട് വിളിച്ചു വരുത്തി ആ പെൺകുട്ടിയുടെ വീട്ടുപേരും കാര്യങ്ങളെല്ലാം ചോദിച്ചതിന് ശേഷം എന്നിട്ട് പുള്ളി പറയാണ് ഇതൊക്കെ ശരി, പക്ഷെ ഇനി ഞങ്ങൾക്ക് ഈ കുട്ടിയായിട്ട് യാതൊരു ബന്ധവുമില്ല, നിങ്ങൾ എന്നാ ചാൻസ് കൊടുത്തു. വീണ്ടും ആ പഴയ കാര്യം തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴാണ് ബാക്കിയുള്ള സംഘാടകർ വന്ന് ഇദ്ദേഹം പിടിച്ചുകൊണ്ട് പോകുന്നത്. ആ വീഡിയോയിൽ കാണുന്ന ആ കുട്ടിയാണോ അടുത്ത് നിൽക്കുന്നത്? അല്ലല്ല, അത് എന്റെ മോള് അത് വേറൊരു മോള് ചോദിക്കുന്ന സാറ് ശ്രദ്ധിച്ചാൽ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നത്. മറുപടി ഒരു പെൺകുട്ടി ഒരു ഒരേ കണക്ക് ഒരു പാന്റും ഒരു ചെറിയൊരു ഹാഫ് കോട്ട് പോലും സംഭവമുണ്ട്. അത് വീഡിയോ എന്റെ മോള് തൊട്ട് ബാക്കിൽ അതിന്റെ സൈഡിൽ പോണ്ട്. ഒരു സാറിന്റെ പേര് എന്റെ പീയൂഷ് എന്നാണ്. പീയൂഷ് സോറി പീയൂഷ് പറഞ്ഞു. എവിടെ സ്ഥലം? ഞാനിപ്പോ കൊച്ചിന്നാ വിളിക്കുന്നത്. കരുനാഗപ്പള്ളിയാണ് എന്റെ വീട്. ഞങ്ങൾ കൊല്ലമാണ്, കൊച്ചിയുമാണ്. അപ്പൊ സാറിന് എന്തായാലും എന്റെ മോളെ അറിയാൻ പറ്റില്ല, കാവ്യകൃഷ്ണ പാട്ട് പാടുന്ന കുട്ടിയല്ലേ? പാട്ട് പാടുന്ന കാവ്യകൃഷ്ണ. അതായത് നിലവിൽ ഇന്ത്യ മഹാരാജ്യത്ത് സ്റ്റേജ് പെർഫോമൻസിൽ ഗിന്നസ് എടുക്കാറുള്ള ഒരേ ഒരു ഗായിക എന്റെ മോള്. എനിക്ക് തോന്നുന്നു നമ്മുടെ ക്ലബിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു തോന്നുന്നു. ഈ ചെണ്ടയൊക്കെ എടുത്ത് തോളയിട്ട് ചാടി തമിഴ് പാട്ടൊക്കെ പാടുന്ന അല്ലേ? ഞാൻ മാമ്പുഴ ക്ഷേത്രം എന്ന് പറയുന്നത് എന്റെ ക്ഷേത്രമായി. അപ്പൊ അവിടെ നമ്മൾ വൈഗ എന്ന് പറഞ്ഞിട്ട് ഒരു ക്ലബിന് വേണ്ടിട്ട് പാട്ട് നമ്മൾ നടത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു. നടത്തിയിട്ടുണ്ട്. കാവ്യ, എനിക്ക് പേരേതാ എനിക്ക് ഓർമ്മയുണ്ട്. അപ്പം സ്വാഭാവികമായിട്ടും മോള് പോലും ആ കുട്ടി ഇവര് പറഞ്ഞ കുട്ടിയില്ലേ ആദ്യം പാടിച്ച ആ കുട്ടി പറഞ്ഞപ്പോഴത്തേക്ക് മോള് തന്നെ കൂടെ കയറി കോറസ് പാടി ആ പാട്ട് സൂപ്പറാക്കി. സാധാരണഗതിയിൽ ഇപ്പൊ മോളെയൊക്കെ പോലെ പ്രൊഫഷണലായിട്ട് നിൽക്കുന്ന ഒരു ഗായികമാരും ഒരു ചാൻസ് വെച്ച് പാടുന്ന ആളുടെ കൂടെ കയറത്തില്ല, ഒരിക്കലും കയറത്തില്ല. ഞങ്ങൾക്ക് ഇതിനെ കുറിച്ച് അറിയാം. പക്ഷെ മോളെ സംബന്ധിച്ച് അവളുടെ ചില പ്രത്യേകതകളൊന്നാണ്, ഒരു കുട്ടി പാടാൻ വരുമ്പം അത് ഫെയിൽ ആവരുത്. കാരണം ഞാൻ പറഞ്ഞില്ല, ഞാനിതുപോലെ കുറെ അലഞ്ഞിട്ടുള്ളതാ.
ഇവിടെ കരുനാപ്പള്ളി പടനാറുകുളങ്ങര ക്ഷേത്രത്തിലൊക്കെ ഒരു 5 വയസ്സ്, മോള് 4 വയസ്സിൽ പാടി തുടങ്ങിയതാ. ഒരു എത്രയോ ദിവസങ്ങൾ ഞാൻ നടന്നോണെന്നറിയാം. അതുകൊണ്ടാണ് എന്റെ അടുത്ത് ആരും വന്ന് ചാൻസ് ചോദിച്ചാൽ ഞാൻ സന്തോഷത്തോടെ കൊടുക്കും. കാര്യം എന്റെ മോൾക്ക് ഇന്ന് ഇങ്ങനെ അവസ്ഥ ഉണ്ടായത് ഞാൻ ശ്രമിച്ചിട്ടാ. ചിലപ്പോ ഇവർക്ക് അതിന് അവസരം ഇല്ലാത്തതല്ല, ഒരു ചാൻസ് ചെയ്യുമ്പോൾ നമ്മൾ കൊടുക്കും. പിന്നെ ഞങ്ങളുടെ പ്രോഗ്രാം ബിഎസ് എന്ന് പറയും ഈ ഫാസ്റ്റ് പെർഫോമൻസ് രീതി ആയതുകൊണ്ടേ ഒരു പാട്ട് ഒന്ന് പാടി ഒന്ന് പൊളിഞ്ഞു വിചാരിച്ചിട്ട് ജനം അത് വലിയ കാര്യത്തിലുള്ളത്. കാരണം അടുത്ത ഇവരുടെ പെർഫോമൻസ് കാണാൻ വേണ്ടി കാത്തിരിക്കും. അപ്പൊ ഇതാണ് സംഭവം. 31 വർഷമായിട്ട് ആ പറക്കോട് എന്ന് പറയുന്ന ഒരു പ്രദേശത്തെ സാമൂഹിക സാംസ്കാരിക രംഗത്തൊക്കെ ഭയങ്കര പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു ക്ലബ്ബാ. അതാണ് ഈ വിഷയം. അതിനകത്ത് ഈ സോഷ്യൽ മീഡിയയിലെ ആളുകൾ ഈ ഓരോ അഭിപ്രായങ്ങൾ വരുമ്പോഴത്തേക്ക് ഈ ക്ലബിനെ കുറിച്ചും ക്ലബിന്റെ മറ്റു ഭാരവാഹികളെ കുറിച്ചും മോശമായിട്ട് പറയും. ഇവനൊക്കെ എവിടെ പോയിരുന്നതാ അറിയാലോ, അവരെ മനസ്സിൽ തോന്നണല്ല. അത് എനിക്കൊരു ഭയങ്കര പ്രയാസമുണ്ട്. കാരണം വെച്ചാല് അവരുടെ പ്രവർത്തന രീതികളെ കുറിച്ചൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് പറയും. അവരൊന്ന് നമ്മളൊരു പ്രോഗ്രാം ഇടുമ്പോഴത്തേക്ക് ഓരോരുത്തരും സാർ ഞങ്ങൾ ഇന്നത് ചെയ്തു, ഞങ്ങൾ ഇന്നത് എന്ന് പറയൂല. അപ്പൊ അതിൽ നിന്ന് അവിടെ ഇഷ്ടംപോലെ പിള്ളേർക്ക് പഠിക്കാനുള്ള സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്ന ഒരു ക്ലബ്ബാണ്. ഇതിനെ 30-31 വർഷമായിട്ടൊരു ക്ലബ്ബ് നിലനിൽക്കുക എന്ന് പറഞ്ഞാലേ അത് അത്രയും അതിന് സ്റ്റെബിലിറ്റി ഉള്ളത് കൊണ്ട് തന്നെ സംഘടകരൊക്കെ ബാക്കിയുള്ള എല്ലാ സംഘടകരും നല്ല രീതിയിൽ അവരുടെ സഹകരണവും എല്ലാ കാര്യങ്ങളും. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇന്നലെ ഏതോ ഒരാൾ ഇട്ടതിന്റെ അടിക്ക് ഞാൻ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, ഞാൻ ഈ ട്യൂബിന്റെ മാനേജരാണ്. അപ്പൊ അദ്ദേഹം ചെയ്തതിന് അദ്ദേഹം ഇപ്പം ശരിക്കും അനുഭവിക്കുന്നത് മാത്രമല്ല, ഒരു വ്യക്തി ചെയ്യുന്നതിന്റെ പേരിലുള്ള ബാക്കി എത്രയോ പേരാണ് ഇതിന്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതിന്റെ തെളിവാണ്. അതുകൊണ്ട് ഇനിയുള്ള ആൾക്കാരാണെങ്കിലും ഇതിനൊക്കെയുള്ള സംഭവങ്ങൾ ഇനി കേരളത്തിൽ ആവർത്തിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞ് മറ്റ് സംഘടനകളൊക്കെ ഞങ്ങളോട് നല്ല സ്നേഹമായിരുന്നു. അവരെ ഒന്ന് കുടയുന്ന ഒന്ന് കുറയ്ക്കുന്നെങ്കിൽ കുറയ്ക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. കുട്ടി ഭയങ്കര വിഷമത്തിലായിരുന്നോ അത് ഇത് കേട്ടിട്ട്? ആ കുട്ടിയെ ഞാൻ സത്യം പറഞ്ഞാലേ ആ ഞാൻ അഭിനന്ദി. കാര്യം അവള് ഭയങ്കര ബ്രില്യന്റാ. ഇതൊക്കെ പറയാൻ ഏത് പാട്ടാ പാടിയത്? പിന്നെ അത് സിനിമയുടെ പേരെനിക്കറിയത്തില്ല. അത് ശ്രീവള്ളി എന്ന് പറഞ്ഞൊരു പാട്ടാണ്. പുഷ്പയ്ക്കകത്ത പാട്ടാ അത് അല്ലെ? എന്തായാലും അത് ഇതൊരു വേറെ തരത്തിലൊരു ഗുണം ഉണ്ടായിരുന്നു. ഈ വിഷയം കൊണ്ട് ഗുണം ഉണ്ടെന്നറിയോ? പല ഉത്സവപ്പറമ്പിലും ചില ആളുകൾ സാമ്പത്തിക ഞാൻ അതിന്റെ ഒരു വിഷമാവസ്ഥയ്ക്ക് ഒരു പരിഹാരം ഇതിനകത്തുണ്ട്. പക്ഷെ ആ ഭാരവാഹികളെ മൊത്തത്തിൽ എല്ലാരും കുറ്റം പറയുമ്പോ എന്റെ മനസ്സിൽ ചെറിയ കുറ്റമുണ്ട്. അതിന്റെ ഒരു മനസ്സൈഡോടെ ഞാൻ പറഞ്ഞില്ല. ഇപ്പൊ നിങ്ങളുടെ ക്ലബിന്റെ കാര്യം പറഞ്ഞില്ലേ വൈകിട്ട്, എനിക്ക് ഓർമ്മയുണ്ട്. ആ ക്ലബിന്റെ പ്രോഗ്രാം കഴിയുമ്പോ ഞങ്ങൾക്ക് പൈസ കിട്ടുമല്ലോ. ആ പൈസ കൊണ്ട് മിനിമം ഒരാഴ്ച ഞാനും എന്റെ കുടുംബവും കഴിയും. അല്ലെങ്കിൽ ഞങ്ങളുടെ ട്രൂപ്പിലെ 25 പേരുടെയും കുടുംബം കഴിയും ഒരു പ്രോഗ്രാമിന്റെ. ഞാൻ ഇത് പറയുന്ന വെച്ചാല് മറ്റൊരു തരത്തില എന്ന് വെച്ചാല് അന്നം എന്ന് പറഞ്ഞാൽ നമ്മള് അന്നം തരുന്ന കൈന്ന് വരത്തില്ല എന്ന് പറഞ്ഞാ അവര് നല്ല ഫുഡ്, ചൂട് ചോറ്, സാമ്പാർ, ഞങ്ങളെ കൂടെ നിന്നായിരുന്നു ഓരോ ആവശ്യങ്ങൾ, മീൻകറി, ഓരോ എല്ലാം നല്ല പ്രായമുള്ള ആൾക്കാരാ. അപ്പൊ അവരെല്ലാവരും ഇയാൾ ഒറ്റ ഒരാളിനെ കാരണം ഈ സോഷ്യൽ മീഡിയ കൂടെ ചീത്ത വിളി കേൾക്കേണ്ടി വരുന്നുണ്ടോ എന്നുള്ളതൊരു വലിയ വിഷമമാണ്. ബാക്കിയുള്ള എല്ലാ സംഘാടകരും പക്ക പെർഫെക്ഷൻസിൽ അവരുടെ സംസാരത്തിൽ പെരുമാറ്റത്തിലൊക്കെ ഭയങ്കര വിനയവും ബഹുമാനവും ഒക്കെയാണ് എല്ലാവരും. ഈ പറയുന്ന കക്ഷിയും ആ വീഡിയോയിൽ പറയുന്ന കക്ഷിയും ആദ്യമൊക്കെ ഞങ്ങളോട് സംസാരിക്കുമ്പോഴും ഫുഡ് തരാൻ വരുന്നതും ഒരു കുഴപ്പമില്ല. പിന്നെ എന്തുകൊണ്ടാണ് പുള്ളി ആ ഒരു സമയത്ത് അങ്ങനെ പറഞ്ഞത് എനിക്കിപ്പോഴും പിടുത്തമില്ല. അത് ഇങ്ങനെ പറഞ്ഞു പോയി. അതിന്റെ ഒരു മാനസിക പ്രശ്നത്തിലാണ് പുള്ളി ഇപ്പം ലോകം മുഴുവൻ പുള്ളിയെ കുറ്റം പറയുന്നത്. വീട്ടുകാരും പറയുന്നു, നാട്ടുകാരും പറയുന്നു. അവൻ ആ പടം മാനസിക പ്രശ്നത്തിലാണ്. എന്തായാലും ഈ സംഘാടകരിൽ ഒരാളായ ഈ വ്യക്തി ചെയ്തത് വളരെയധികം മോശമായ ഒരു കാര്യമാണ്. അതും അദ്ദേഹത്തിനും ഒരു മകളുള്ളതാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത്തരത്തിൽ എന്തുകൊണ്ടാണ് അദ്ദേഹം വൈകാരികമായി ആ പെൺകുട്ടിയെ അപമാനിക്കുന്ന തരത്തിൽ സംസാരിച്ചത് എന്നുള്ള കാര്യത്തിൽ യാതൊരു വ്യക്തതയുമില്ല. എന്തായാലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇയാൾക്കെതിരെ നാട്ടുകാരെല്ലാം വലിയ പ്രതിഷേധത്തിലാണ്. ഇദ്ദേഹം പരസ്യമായിട്ട് ഈ പെൺകുട്ടിയോട് മാപ്പ് പറയാൻ തയ്യാറാണ് എന്ന ഒരു വിവരം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതെന്തായാലും വരും ദിവസങ്ങളിൽ അറിയാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ആ വിവരവും പ്രേക്ഷകരുടെ മുന്നിലേക്ക് മറുനാടൻ തന്നെ എത്തിക്കും. എന്തായാലും പാട്ട് പാടിയതിനെ തുടർന്ന് സ്റ്റേജിൽ വെച്ച് അത്രയും ആളുകളുടെ മുന്നിൽ മൈക്കിലൂടെ തന്നെ അപമാനിക്കുന്ന തരത്തിൽ സംസാരിച്ചത് വളരെയധികം മോശമായി എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ആർ പിയൂഷ്, മറുനാടൻ TV, കൊച്ചി.